നമസ്കാരം. ഗാസയിൽ പലസ്തീന് നേരെ നടക്കുന്ന ആക്രമണത്തിൽ നിന്നും ഭാഗികമായി ഇസ്രായേൽ പിന്മാറാൻ തയ്യാറെടുക്കുമ്പോൾ മറ്റൊരു യുദ്ധത്തിനുള്ള കാഹളമാണ് നിലവിൽ പശ്ചിമേഷ്യയെ ആശങ്കയിലാഴ്ത്തുന്നത്. ലബനനിലെ ഷിയ സായുധ സംഘമായ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന നീക്കം തന്നെയാണ് നിലവിൽ പശ്ചിമേഷ്യയുടെ ഉറക്കം കെടുത്തുന്നത്. കഴിഞ്ഞ മാസം ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിച്ചതോടുകൂടിയാണ് ഇവിടെ സ്ഥിതിഗതികൾ വഷളായത്. 100ഓളം റോക്കറ്റുകൾ അയച്ചുകൊണ്ട് ഇസ്രായേലിന് ഹിസ്ബുള്ള മറുപടി നൽകുകയും ചെയ്തു. ദിവസങ്ങൾക്ക് മുൻപ് വൈഫൈയിലെയും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളുടെയും ഒക്കെ വീഡിയോ പുറത്തിറക്കിക്കൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ഞെട്ടിച്ചത്. ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളും സൈനിക ആയുധപ്പുരകളും തുറമുഖങ്ങളും ആക്രമിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ യോഗം ചേർന്ന ഇസ്രായേൽ സൈനിക കമാൻഡർമാർ ഏത് സമയവും ഒരു യുദ്ധം തുടങ്ങിയേക്കാം എന്നുള്ള സൂചന കൂടി നൽകിയിരുന്നു. ഹമാസുമായുള്ള കടുത്ത യുദ്ധം അവസാനിച്ചു എന്നും പക്ഷേ ആക്രമണം തുടരുമെന്നുമായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ഹമാസുമായുള്ള യുദ്ധം പോലെ ആകില്ല ഈ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം ഉപരോധത്തിൽ ചുറ്റപ്പെട്ട പ്രദേശമായ ഗാസയിൽ പുറം ലോകവുമായൊന്നും ബന്ധപ്പെടാൻ സാധിക്കാതെ കഴിഞ്ഞിരുന്ന കൂട്ടാളികളാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. പക്ഷേ ലെബനനും ഹിസ്ബുള്ളയും ഒന്നും അങ്ങനെയുള്ള ഗ്രൂപ്പുകളല്ല. ലെബനിലെ സർക്കാരിന്റെ നിർണായക സ്വാധീനമുള്ള ഷിയ വിഭാഗമാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഇവരുടെ നേതാവായ ഹസൻ നസറുല്ലയുടെ വാക്കുകൾ വേദവാക്യമായി കരുതുന്ന നിരവധി നേതാക്കൾ ഉൾപ്പെടെ ആ രാജ്യത്തുണ്ട് താനും. 100,000 ഭടന്മാരാണ് നിലവിൽ ഹിസ്ബുള്ളയുടെ കരുത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല ഇറാനിൽ നിന്നും വേഗത്തിൽ തന്നെ ആയുധങ്ങൾ ലെബനിലേക്ക് കൈമാറാനും സാധിക്കും. അതിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സൂചന കൂടി പുറത്തു വരുന്നത് 7 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേരും എന്നതാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ മാത്രമല്ല ഇറാഖ്, ഇറാൻ, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ലെബനിലെ ഷിയ പോരാളികളും ഹിസ്ബുള്ളയെ സഹായിക്കും എന്ന കാര്യം ഉറപ്പാണ്. നിലവിൽ എന്തായാലും പശ്ചിമേഷ്യയിൽ ഉടനെയൊന്നും സമാധാനം ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. ഹമാസുമായുള്ള യുദ്ധം കുറച്ചൊക്കെ മയപ്പെട്ടുവെങ്കിൽ പോലും ഇപ്പോൾ ഹിസ്ബുള്ളയുമായി കൊമ്പ് കോർക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. അതിന് പിന്തുണയുമായി നമ്മുടെ അയൽ രാജ്യങ്ങൾ കൂടി ഒപ്പം ചേരുമ്പോൾ തീർച്ചയായും ഈ വിഷയത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും വിശേഷിച്ചും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാട് വളരെ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് മലയാളം.